ഒത്തിരി ആൾക്കാർ ആക്സിസ് ബാറിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. എല്ലാ മേഖലയിലുള്ളവർ വരാറുണ്ട്, വലിയ പണ്ഡിതർ വരാറുണ്ട്, അതുപോലെ തന്നെ ഡോക്ടേഴ്സും സയന്റിസ്റ്റും എല്ലാ മേഖലയിലുള്ളവരൊക്കെ പഠിക്കാൻ വരാറുണ്ട്. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ മാമിന് ഇപ്പൊ സ്റ്റുഡൻസ് ആയിട്ടുണ്ടോ? ഒരു ക്യൂരിയോസിറ്റി ഒരുപാട് പേര് 3 വയസ്സ് 4 വയസ്സ് 5 വയസ്സുള്ള കുട്ടികൾ വരെ. അത്ഭുതമാണ്. ഒരിക്കലും ഒരു അമ്മ 3 വയസ്സുള്ള മകനെയും കൊണ്ടാണ് വന്നത്. നമ്മൾ വിചാരിക്കും ഈ ലിറ്റിൽ ബോഡിയിൽ ഇരിക്കുന്നവരൊക്കെ അവർക്കൊന്നും അറിയില്ല. അതെ, പക്ഷെ ഏറ്റവും അവയർനെസ് ഉള്ളത് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ അത്രത്തോളം ബോധത്തോടു കൂടി എടുക്കുന്നത് കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങളെല്ലാം കൊച്ചു പ്രായത്തിൽ ഇതൊക്കെ പഠിച്ചു വരികയാണെങ്കിൽ ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ട് വേദന അനുഭവിച്ച് യുവത്വങ്ങൾ നശിക്കുന്നതിനപ്പുറം സന്തോഷത്തോടു കൂടെയുള്ള ഒരു പുതിയ തലമുറ നമുക്ക് കാണാൻ പറ്റും. മാം, ഇപ്പോഴുള്ള പുതുതലമുറയിൽപ്പെട്ടവരും ഒത്തിരി ആൾക്കാർ ആക്സിസ് ബാറിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പം മാമിനാണെങ്കിലും ഒത്തിരി കൺസൾട്ടേഷൻ ആണെങ്കിലും അതേപോലെ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും ഒക്കെ ഒത്തിരി ഉണ്ടാവുമായിരിക്കും. ഇപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഇതേപോലെ പഠിക്കണമെന്നുണ്ടെങ്കിൽ മാം എങ്ങനെയാണ് ക്ലാസ്സസ് ഷെഡ്യൂൾ ചെയ്യുന്നത്? എന്തായിരിക്കും, എങ്ങനെയാണ് മാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത്? ഞാൻ വേൾഡ് വൈഡ് ക്ലാസ്സസ് എടുക്കാറുണ്ട്. കൂടുതലും നമ്മൾ കേരളത്താണ് ക്ലാസ് എടുക്കുന്നത്. ക്ലാസ് താല്പര്യമുള്ളവർക്ക് ഫോണിൽ കോണ്ടാക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ ഞാൻ വാട്സാപ്പ് ത്രൂ ഒരുപാട് ഫ്രീ സെഷൻസ് കൊടുക്കാറുണ്ട്. മെഡിറ്റേഷൻ പോലെ സിംഫണി സെഷൻസ് ചിലപ്പോഴൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട്. അതോടൊപ്പം ഓൺലൈൻ ക്ലാസ്സുകൾ ധാരാളം ചെറിയ ഫീസുകൾക്കുള്ള ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. എന്നാൽ ആക്സസ് ബാസ് പഠിക്കണമെങ്കിൽ യൂണിവേഴ്സലി മീൻസ് ലൈക്ക് ഓരോ രാജ്യത്തിനും ഓരോ ചെറിയ ഫീസ് ഉണ്ട്. ആ ഫീസ് ബേസ് ചെയ്തിട്ടായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. ഓക്കെ, ഇത് നമ്മൾ ഓൺലൈൻ ത്രൂവും നമുക്ക് പഠിക്കാമല്ലേ മാം? ആക്സസ് ബാസ് പഠിക്കാൻ കഴിയില്ല. എന്നാൽ നമുക്ക് എനർജി പുൾസ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ഉണ്ട്. അതിന് അതിൻ്റെതായ കണ്ടന്റ് ഉണ്ട്. എങ്ങനെയാണ് നമുക്ക് എനർജി നമ്മുടെ ജീവിതത്തിലോട്ട്, മണി എനർജി ആയിരുന്നാലും അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാൻ സാധിക്കും. അതോടൊപ്പം ഹൗ ടു ബിക്കം മണി വർക്ക് ബുക്ക്. നമ്മൾ തന്നെ ഒരു സമ്പത്തായി മാറുകയാണെങ്കിൽ പിന്നെ സമ്പത്തിനെ കുറിച്ച് വറി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. യഥാർത്ഥത്തിൽ പാവപ്പെട്ടവന്റെ ആത്മീയത എന്ന് പറയുന്നത് ഭക്ഷണമാണ്. അതെ. അപ്പോൾ നമ്മൾ സ്വാമി വിവേകാനന്ദനാണത് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഭക്ഷണം ആദ്യം ബെറ്റർ ആയതിനു ശേഷമാണ് പിന്നെ നമുക്ക് ആത്മീയത എന്ന് പറഞ്ഞിട്ട് നമുക്ക് ധ്യാനത്തെക്കുറിച്ചെങ്കിലും ചിന്തിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ബേസിക് നമ്മൾ ജീവൻ നിലനിൽക്കണമല്ലോ. അപ്പോൾ സമ്പത്തിനെ കുറിച്ചിട്ടുള്ളൊരു ബോധം നമുക്ക് എല്ലാവർക്കും ലഭിക്കേണ്ടതായിട്ടുണ്ട്. ബോധം മാത്രം ലഭിച്ചാൽ പോരാ, നമ്മൾ സമ്പന്നരായി മാറണം. നമ്മൾ തന്നെ ഒരു മനുഷ്യ ശരീരം, മനുഷ്യന്റെ കോൺഷ്യസ്നസ് തന്നെ സമ്പത്തായിട്ട് മാറണം. അത്തരം ക്ലാസ്സുകളൊക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇതിന് ഏജ് ബാർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പല പ്രായപരിധിയിലുള്ളവര് അപ്രോച്ച് ചെയ്യുന്നുണ്ടോ മാമിനെ ആക്സസ് ബാർ പഠിക്കാൻ വേണ്ടി? എല്ലാ മേഖലയിലുള്ളവർ വരാറുണ്ട്. എല്ലാ തലങ്ങളിലുള്ളവർ വരാറുണ്ട്. വലിയ പണ്ഡിതർ വരാറുണ്ട്. സാധാരണ വീട്ടമ്മമാര് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വരാറുണ്ട്. ഗവൺമെന്റ് തലങ്ങളിലും അതുപോലെ തന്നെ ഡോക്ടേഴ്സും സയന്റിസ്റ്റും എല്ലാ മേഖലയിലുള്ളവരൊക്കെ പഠിക്കാൻ വരാറുണ്ട്. അഡൾട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയോടൊപ്പം അവരുടെ മക്കൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വരാം. 15 വയസ്സിന് താഴെയുള്ളവർക്ക് ഫ്രീ ആണ് ക്ലാസ്. നമ്മൾ ഹോട്ടൽസിൽ വെച്ചിട്ടായിരിക്കും ക്ലാസ്സസ് എടുക്കുന്നത്. അപ്പൊ അവിടെ നമുക്കൊരു ഫീസ് ഉണ്ട്. ഹോട്ടലിൽ കൊടുക്കേണ്ട ഒരു പേയ്മെന്റ് നമ്മൾ കൊടുക്കണം. അല്ലാതെ കുട്ടികൾക്ക് ഫ്രീ ആണ്. 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക്. 16 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ളവർക്ക് ഹാഫ് പ്രൈസേ ഉള്ളൂ. ഇത് ഓഫ്ലൈൻ ക്ലാസ്സുകളെ കുറിച്ചാണ് പറയുന്നത്. ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ വന്ന് ഈ ക്ലാസ്സിന്റെ എനർജിയിൽ ഇരുന്ന് പോകുമ്പോൾ അതിൻ്റെതായ ഒരു ഷിഫ്റ്റ് ജീവിതത്തിൽ സംഭവിക്കും. പ്രത്യേകിച്ച് ഈ ഒരു എനർജി, ഇതൊരു ഡിഫറെന്റ് എനർജി. ഒരു ഇറ്റ്സ് നോട്ട് എക്സിസ്റ്റിംഗ് ഇൻ 3D ഡയമെൻഷൻ അല്ല, വേറൊരു ഹയർ തലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ആ ക്ലാസ്സിനകത്ത് മാത്രം രൂപപ്പെട്ടു വരുന്ന ഒരു എനർജി ഉണ്ട്. ആ എനർജി റിസീവ് ചെയ്ത് പോകുമ്പോൾ തന്നെ ഒരു ഷിഫ്റ്റ് സംഭവിക്കാറ്. അപ്പൊ അങ്ങനെ ഒത്തിരി പേര് ജോയിൻ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. കുട്ടികൾ ഉൾപ്പെടെയുള്ളവര് മാമിന് ഇപ്പൊ സ്റ്റുഡൻസ് ആയിട്ടുണ്ടോ? ഒരു ക്യൂരിയോസിറ്റി ഒരുപാട് പേര് 3 വയസ്സ് 4 വയസ്സ് 5 വയസ്സുള്ള കുട്ടികൾ വരെ ഉണ്ട്. ഓ, ആ പ്രായത്തിലുള്ള കുട്ടികൾക്കും നമുക്കിത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതെ 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 അതെ. അത്ഭുതമാണ്. ഒരിക്കലും ഒരു അമ്മ 3 വയസ്സുള്ള മകനെയും കൊണ്ടാണ് വന്നത്. ക്ലാസ്സിൽ ത്രൂ ഔട്ട് കുഞ്ഞ് ഉറക്കമായിരുന്നു. പക്ഷേ നെക്സ്റ്റ് ഡേ വീട്ടിൽ പോയതിനു ശേഷം അമ്മയ്ക്ക് മകൻ പറഞ്ഞു കൊടുക്കാണ്,
അമ്മ ഇവിടെ അല്ലേ ടീച്ചർ കൈവയ്ക്കാൻ പറഞ്ഞത് എന്ന്. ഉറങ്ങുകയായിരുന്നു കുഞ്ഞ്. നമ്മൾ വിചാരിക്കും ഈ ലിറ്റിൽ ബോഡിയിൽ ഇരിക്കുന്നവരൊക്കെ അവർക്കൊന്നും അറിയില്ല എന്ന്. അതെ, പക്ഷെ ഏറ്റവും അവയർനെസ് ഉള്ളത് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ അത്രത്തോളം ബോധത്തോടു കൂടി എടുക്കുന്നത് കുഞ്ഞുങ്ങളാണ്. കാരണം ഈ ലൈഫ് ടൈമിൽ കടന്നു വന്നിട്ട് അവർ കൂടുതൽ ലോജിക്കൽ മൈൻഡിനോട് എക്സ്പോഷർ ആയി തുടങ്ങിയിട്ടില്ല. അതെ. അപ്പൊ ഒരു അവയർനെസ്സിൽ നിന്നുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഷിഫ്റ്റ് മാസീവാണ്. തീർച്ചയായിട്ടും. അതാണ് ഞാൻ അടുത്തത് ചോദിക്കാൻ വന്നത്. നമ്മളിപ്പോ വളരെ ചെറിയ കുഞ്ഞുങ്ങളിൽ നമ്മൾ ഇത് പഠിപ്പിച്ചു കൊടുത്ത് അവരത് ആ പ്രാക്ടീസിലേക്ക് വരുമ്പോൾ പ്രാക്ടീസ് പോലും വേണ്ട എന്ന് തോന്നുന്നു അല്ലേ മാം? ഇത് ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ് കുഞ്ഞുങ്ങളുടെ പോകുന്നത്. സ്റ്റേറ്റ്മെന്റ്സ്, അതെ, ഒരു ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: റൈറ്റ് ആൻഡ് റോങ്, ഗുഡ് ആൻഡ് ബാഡ്, പോഡ് ആൻഡ് പോക്ക്, ഓൾ 100 ഷോർട്സ്, ബോയ്സ്, സ്പോർട്സ്, ക്രിയേഷൻസ്, ബേസസ് ആൻഡ് ബിയോണ്ട്സ്. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. ഈ മാജിക്കൽ സ്റ്റേറ്റ്മെന്റ് മാത്രം നിരന്തരം യൂസ് ചെയ്യുന്നതിലൂടെ ലൈഫ് ഷിഫ്റ്റ് ആവാറുണ്ട്. കുഞ്ഞുങ്ങളെല്ലാം കൊച്ചു പ്രായത്തിൽ ഇതൊക്കെ പഠിച്ചു വരികയാണെങ്കിൽ നമ്മുടെ ചുറ്റിനും സ്ട്രെസ് അനുഭവിച്ച് ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ട് വേദന അനുഭവിച്ച് യുവത്വങ്ങൾ നശിക്കുന്നതിനപ്പുറം സന്തോഷത്തോടു കൂടെയുള്ള ഒരു പുതിയ തലമുറയെ നമുക്ക് കാണാൻ പറ്റും. തീർച്ചയായിട്ടും. ഒരു കുഞ്ഞിന്റെ സ്വഭാവ രൂപീകരണം എന്ന് പറയുമ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ് നമ്മളൊക്കെ പഠിച്ചിരിക്കുന്നത് അല്ലേ മാം? അപ്പോൾ കുട്ടികളുടെ ആ ഒരു ചെറിയ പ്രായത്തിൽ തൊട്ടിട്ടേ നമ്മൾ ഇതെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ഒരു നല്ലൊരു പ്രായത്തിൽ എത്തുമ്പോൾ തീർച്ചയായിട്ടും എല്ലാം ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും അതേപോലെ ഇതേപോലുള്ള ബ്ലോക്കുകളൊക്കെ തനിയെ തന്നെ ഹീൽ ചെയ്ത് അവർക്ക് ചേഞ്ച് ചെയ്യാനുമുള്ള. ശരിയാണ് മാം പറഞ്ഞത്, ശരിയാണ്. നല്ലൊരു തലമുറ തന്നെ നമുക്ക് മുമ്പിലേക്ക് വരട്ടെ. എന്തായാലും നമ്മുടെ വിശിഷ്ടാതിഥിയായിട്ട് ഇന്ന് വന്നതിന് ഒത്തിരി നന്ദിയുണ്ട് മാം. താങ്ക് യു സോ മച്ച്.